നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ചർച്ചയ്ക്കിടയിലുണ്ടായ സംഭവവികാസങ്ങൾ ഇപ്പോഴും വേണ്ടത്ര അതിന്റെ പ്രാധാന്യം നമ്മുടെ കേരളത്തിൽ മലയാളികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. എത്രമാത്രം വലിയ നേട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒറ്റ രാജ്യത്ത് മാത്രം പോയിട്ട് ഉണ്ടാക്കിയെടുത്തത് എന്നത് ഇപ്പോഴും അതിന്റെ വ്യാപ്തി നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം എല്ലാവരുടെയും വിചാരം ഭയങ്കര ഊഷ്മളമായിരുന്നു എല്ലാ കാലത്തും എന്നാണ്. അങ്ങനെ അല്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ഈ വിധത്തിൽ ദൃഢമാകുന്നതിൽ മോദി വഹിച്ച പങ്കും ഇതിന്റെ ചരിത്ര പശ്ചാത്തലവും നമ്മൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ ബന്ധം നിർവചിക്കപ്പെട്ടിരുന്നത് സഹകരണം കൊണ്ടായിരുന്നില്ല, മറിച്ച് ശീതളവും പ്രത്യയശാസ്ത്രപരവുമായ അകൽച്ചയിലായിരുന്നു. 1998 ഇന്ത്യയുടെ പൊഹ്റാൻ 2 ആണവ പരീക്ഷണത്തെ തുടർന്ന് ഓസ്ട്രേലിയ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ത്യ ആണവ വ്യാപന നിരോധന കരാറിൽ അഥവാ NPTയിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചത് ചൂണ്ടിക്കാട്ടി ഓസ്ട്രേലിയ പെട്ടെന്ന് തന്നെ നയതന്ത്ര ബന്ധം ഇന്ത്യയുമായി വിച്ഛേദിക്കുകയും ഇന്ത്യക്ക് 1 ഗ്രാം യുറേനിയം പോലും നൽകില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ഓസ്ട്രേലിയയുടെ പ്രാധാന്യം നമ്മളിൽ പലർക്കും ഇപ്പോഴും അറിയില്ല. ചൈനക്കാര് നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. കാരണം അവർക്കറിയാം ഓസ്ട്രേലിയയുടെ പ്രാധാന്യം എന്താണെന്ന്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഊർജ ശേഖരമുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. യുറേനിയത്തിന്റെ കണക്കില്ലാത്തത്ര നിക്ഷേപമുള്ള രാജ്യമാണ്. യുറേനിയം മാത്രമല്ല, അപൂർവ ധാതുക്കളുടെ വലിയ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. സമ്പന്നമാണ്. അതുകൊണ്ട് ആ ഓസ്ട്രേലിയയുമായിട്ടുള്ള ബന്ധം ഏതൊരു വലിയ ശക്തിയുടെയും വളർച്ചയിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ചൈന ഓസ്ട്രേലിയയുമായിട്ട് ഒരു കാലത്ത് വളരെ മികച്ച ബന്ധം നിലനിർത്തിയിരുന്നത്. അതെല്ലാം എവിടെയാണ് തകർന്നത് എന്നും ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കാം. 2007 4 രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ട് ക്വാഡ് സഖ്യം രൂപീകരിക്കപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ഈ ഓസ്ട്രേലിയ ആ ക്വാഡ് സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് 2008 ആയതോടെ ചൈനയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയ ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറി. ക്വാഡ് സഖ്യം ചൈന അവർക്കൊരു ഭീഷണിയായിട്ട് മനസ്സിലാക്കുകയും അതിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഓസ്ട്രേലിയക്ക് തോന്നി ചൈനയെ പിണക്കേണ്ട കാര്യമില്ല, ചൈന അവർക്ക് വളരെ ആവശ്യമുള്ള പാർട്ട്ണറാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സഖ്യത്തിൽ ഇനി തുടരണ്ട എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയ ഈ ഒരു ക്വാഡ് സഖ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഒരു ബദൽ സുരക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനേക്കാളും വലുത് ചൈനയെ പിണക്കാതിരിക്കുകയാണ് എന്ന് ഓസ്ട്രേലിയ കരുതി. പ്രാദേശിക വെല്ലുവിളികളെ നേരിടാൻ തന്റെ സ്ട്രാറ്റജിക് ഓട്ടോണമി അഥവാ തന്ത്രപരമായ സ്വയംഭരണാധികാരം എന്ന സിദ്ധാന്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റയ്ക്കായി എന്ന് തന്നെ പറയാം ഈ 2008 സംഭവത്തിന് ശേഷം. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ഒരു ചേരിയിലും പെടാതെ നമ്മുടെ സ്വയംഭരണത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്, തന്ത്രപരമായ സ്വയംഭരണാധികാരത്തിൽ ആരും ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ എപ്പോഴും നിലപാടെടുത്തത് കൊണ്ട് തന്നെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. ഈ ചേരിചേരാ നയം ഒരു ഘട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റൊരവസരത്തിൽ നമുക്കത് നഷ്ടങ്ങളും വരുത്തിയിട്ടുണ്ട്. മോദിയുടെ കടന്നുവരവ് ഈ ചേരിചേരാ നയത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് പകരം അതിൽ കുറച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. മോദി വന്നതിന് ശേഷം ചെയ്ത അതാണ്. മോദിക്കും അറിയാം ഒരു ചേരിയുടെയും ഭാഗമാവുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഗുണമാവില്ല. അതുകൊണ്ട് തന്നെ മോദി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ചേരിചേരാ നയത്തിനെ ചെറുതായി പരിഷ്കരിച്ച് എല്ലാ ചേരികളുമായും സഹകരിക്കുന്ന ഒരു പോളിസിയിലേക്ക് മാറി. അതായത് ഇന്ത്യ ഒരേ സമയം തന്നെ ഇറാനുമായും സഹകരിക്കും, ഇസ്രയേലുമായും സഹകരിക്കും, നമ്മൾ റഷ്യയുമായും സഹകരിക്കും, US-ഉമായും സഹകരിക്കും. അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇടപെടുന്ന ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ സൗഹൃദം നിശ്ചയിക്കുന്നത് നമ്മുടെ താല്പര്യങ്ങളും ആ രാജ്യത്തിന്റെ താല്പര്യങ്ങളും മാത്രമായിരിക്കണം. മൂന്നാമതൊരു രാജ്യത്തിന്റെ താല്പര്യം അവിടെ ഒരു പ്രധാന വിഷയമായി വരാൻ പാടില്ല. ഇപ്പൊ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള റിലേഷൻ പ്യൂർലി ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതായിരിക്കണം. അങ്ങനത്തെ ഒരു ഫോറിൻ പോളിസിയിലേക്ക് ഇന്ത്യയെ മാറ്റാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നത് ഒരു വലിയ നേട്ടമാണ്. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ അത് യാദർശികമാണോ ദൈവനിശ്ചയമാണോ എന്ന് നമുക്കറിയില്ല. 2020 ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിന്റെയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ മാറ്റുന്നതിലും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത്. അത് ചൈനയുടെ ഒരു റോങ് മൂവാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ എപ്പോഴും ചില രാജ്യങ്ങൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ഒരുപക്ഷെ ആ രാജ്യത്തിന്റെ തലവര തന്നെ മാറ്റിമറിക്കാം. 2020 ചൈന കാണിച്ച ഒരു അമിതമായ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ചൈന അതിന്റെ കരുക്കൾ അമിതമായി കളിച്ചത് കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് ഗാൽവാൻ സംഘർഷം. ഒരേ സമയം ചൈനയ്ക്ക് 2020 നഷ്ടങ്ങൾ പലതായിരുന്നു. അതായത് ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെ അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് വലിയൊരു സംഘർഷത്തിനാണ് ചൈന തുടക്കമിട്ടത്. ഇന്ത്യ എല്ലായ്പ്പോഴും എന്നതുപോലെ സൗമ്യമായിട്ടെല്ലാം സഹിച്ചങ്ങ് ഒതുങ്ങി നിൽക്കുമെന്ന് ചൈന പ്രതീക്ഷിച്ചിരുന്നിരിക്കാം.
പക്ഷെ ചൈനയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് അവിടെയാണ്. മോദിയുടെ ഇന്ത്യ അപ്പോഴേക്കും ഒരുപാട് മാറിപ്പോയിരുന്നു. ചൈന ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് പിന്നീട് അവർക്കുണ്ടായത്. ഇന്ത്യയുടെ ജീവൻ നഷ്ടമായ ജവാന്മാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ തിരിച്ചടികൾ ഗ്രൗണ്ടിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. ഇന്ത്യയുടെ തിരിച്ചടിയിൽ ചൈനയുടെ 35 മുതൽ 40-ലധികം ജവാന്മാർക്ക് ജീവൻ നഷ്ടമാവുകയും 100-ലധികം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുന്നെയാണ് പുറത്തു വന്നത്. 2020-ൽ ഇന്ത്യ അത്തരം ദൃശ്യങ്ങളൊന്നും പുറത്തുവിട്ടില്ല എങ്കിലും അതിനുശേഷം പിന്നീട് ചൈനീസ് പട്ടാളം ജീവനും കൊണ്ട് ഓടുന്ന ദൃശ്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വലിയ തിരിച്ചടി ചൈനയ്ക്ക് ഉണ്ടാവുന്ന ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നു. ഇന്ത്യയുടെ പ്രതികരണം ഗ്രൗണ്ടിൽ മാത്രം ഒതുങ്ങിയില്ല. ചൈനയ്ക്കെതിരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ലോകത്ത് ചൈനയെ എതിർക്കുന്ന ഏറ്റവും പ്രധാന രാജ്യം തങ്ങളാണ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അമേരിക്കയ്ക്ക് പോലും കഴിയാത്ത പ്രതികരണങ്ങളും തിരിച്ചടികളും ചൈനയ്ക്ക് ആഗോളതലത്തിൽ നൽകാൻ ഇന്ത്യക്ക് സാധിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, നിരോധനങ്ങൾ, ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിച്ചത്, ഇവിടെ പലരും അത് തമാശയായി പറയുകയാണ്. US-നും അറിയാം അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ചൈനീസ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ടിക്ടോക്ക് ഭീഷണിയാണെന്ന്. പക്ഷെ എന്നിട്ടും അവർക്കത് പൂർണ്ണമായിട്ട് നിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് രാജ്യങ്ങൾക്ക് നിരോധിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയില്ല. അപ്പോൾ അതത്ര എളുപ്പമുള്ള ഒരു തീരുമാനമല്ല ഒരു പ്ലാറ്റ്ഫോം നിരോധിക്കുക എന്ന് പറയുന്നത്. ഒന്നല്ല, ചൈനയുടെ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമുകളും നിരോധിച്ച് ചൈനീസ് കമ്പനികളിലെ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് തടഞ്ഞ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ചൈനയെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യ ഈ ചൈനയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ഒരു നേതൃത്വം ഏറ്റെടുത്ത് ലോകത്ത് മുൻനിരയിലേക്ക് വന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ഇതേ സമയത്ത് തന്നെ ചൈനയ്ക്ക് വലിയൊരു അബദ്ധം കൂടി സംഭവിച്ചു. അത് അനാവശ്യമായി ഓസ്ട്രേലിയ പിണക്കിയതാണ്. COVID-19 ഉത്ഭവത്തെക്കുറിച്ച് സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഓസ്ട്രേലിയ ആവശ്യപ്പെട്ടു. കോവിഡ് വന്ന സമയത്ത് ഇത് ചൈന കരുതിയത് ഇത് ഞങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഓസ്ട്രേലിയയുടെ ഒരു നീക്കമാണ്, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല. അപ്പൊ ചൈനയ്ക്ക് ഒരു അഹങ്കാരമൊക്കെ വന്നു, നമ്മൾ വലിയ ശക്തിയാണ് എന്ന തരത്തിൽ. ചൈന എന്ത് ചെയ്തു? ഓസ്ട്രേലിയക്കെതിരായിട്ട് വളരെ ശക്തമായ ചില നിലപാടുകൾ എടുത്തു. പ്രത്യേകിച്ച് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ കടുത്ത വ്യാപാര നിരോധനങ്ങളും ഉപരോധങ്ങളുമാണ് ചൈന ഏർപ്പെടുത്തിയത്. ഇത് ഓസ്ട്രേലിയക്ക് ഒരു വലിയ മുന്നറിയിപ്പായിരുന്നു. അതായത് ഒരു ഏകാധിപത്യ ശക്തിയെ സാമ്പത്തികമായി അമിതമായി ആശ്രയിക്കുന്നത് സ്വന്തം പരമാധികാരത്തിന് നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയാണ് എന്ന് ഓസ്ട്രേലിയ തിരിച്ചറിഞ്ഞു. ഈ അവസരത്തിൽ ഇത്രയും കാലം ഇന്ത്യയെപ്പോലും, സുഹൃത്തായിരുന്ന ഇന്ത്യയെപ്പോലും പല കാരണങ്ങൾ കൊണ്ട് അകറ്റി നിർത്തിയിരുന്ന നിലപാടുകൾ തെറ്റായിപ്പോയി എന്ന് ഓസ്ട്രേലിയ മനസ്സിലാക്കി. അമിതമായ ചൈനീസ് വിധേയത്വവും ഭയവും തങ്ങളെ എപ്പോൾ വേണമെങ്കിലും ചൈനയുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിലേക്ക് കൊണ്ടെത്തിച്ചേക്കാമെന്നും ഓസ്ട്രേലിയ മനസ്സിലാക്കി. ഇതിൽ നിന്നാണ് ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം 2026-ൽ നമ്മളിപ്പോൾ കാണുന്ന ലെവലിലോട്ട് ശക്തമായി മാറുന്നത്. അതായത് ഇന്ന് ഈ മാറ്റം വിസ്മയജനകമാണ്. ഒരു രാജ്യത്തെയും പക്ഷം മാറാൻ ഇന്ത്യ നിർബന്ധിച്ചിട്ടൊന്നുമില്ല, എന്നാൽ ഇത് നാച്ചുറലായി സംഭവിക്കുകയാണ്. ഇന്ത്യ സ്വന്തമായി ഒരു തന്ത്രപരമായ ഗുരുത്വാകർഷണം സൃഷ്ടിക്കുകയും ആ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഭൗമരാഷ്ട്രീയ രംഗം തങ്ങൾക്ക് അനുകൂലമായി മാറുന്നതുവരെ ഇന്ത്യ ക്ഷമയോടെ കാത്തിരുന്നു. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും അത്ര നിസ്സാരമോ സ്വാഭാവികമോ അല്ല. പല കാര്യങ്ങളുടെ പുറകിലും വളരെ ചടുലമായ സൂക്ഷ്മമായ നീക്കങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ട്. അതിപ്പോൾ ബംഗ്ലാദേശിന്റെയും മാലിദ്വീപിന്റെയും കാര്യങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യം ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യവുമായിട്ടുള്ള റിലേഷൻ സ്ട്രോങ് ആക്കി മാറ്റുന്നതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ആ ക്ഷമയോടെയുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പാണ് ഒടുവിൽ വിജയിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുറേനിയം നിക്ഷേപമുള്ള ഓസ്ട്രേലിയ ഇന്ത്യക്ക് അത് തരാൻ തീരുമാനിക്കുകയാണ്. ചൈനയ്ക്ക് അവർ നൽകുന്നുമില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓസ്ട്രേലിയ തങ്ങളുടെ ചരിത്രപരമായ നിരോധനം, ഇന്ത്യയുടെ മേലുണ്ടായിരുന്ന നിരോധനം നീക്കുകയും ഇന്ത്യൻ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകുന്നതിനായിട്ട് സിവിൽ ആണവ കരാറുകൾ സജീവമായി നടപ്പിലാക്കുകയും ചെയ്തു. ഈ നേരിട്ടുള്ള വിതരണം ഇന്ത്യയുടെ വമ്പിച്ച പദ്ധതിയായ 100 ഗിഗാവാട്ട് എനർജി ലക്ഷ്യങ്ങൾക്കാണ് കരുത്തു പകരുന്നത്. ഇതിനു പുറമെ ചൈനീസ് കുത്തകകളുടെ അപകടം തിരിച്ചറിഞ്ഞ് ഇന്ത്യയും ഓസ്ട്രേലിയയും ക്വാഡ് ക്രിട്ടിക്കൽ മിനറൽസ് ഇനിഷ്യേറ്റീവ് ഫ്രെയിംവർക്കിന് അടിത്തറയിട്ടു. അടുത്ത തലമുറ സാങ്കേതിക വിദ്യയ്ക്കും വ്യാവസായിക പ്രതിരോധത്തിനും അത്യാവശ്യമായ ലിഥിയം, കൊബാൾട്ട് എന്നിവയുടെ നേരിട്ടുള്ള വിതരണ ശൃംഖല ഈ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുന്നു. സംയുക്ത യോഗങ്ങൾ നടത്താൻ പോലും പണ്ട് മടിച്ചിരുന്ന സ്ഥാനത്ത് ഓസ്ട്രേലിയൻ ഡോക്കുകൾ ഇപ്പോൾ മുൻനിര ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ അറ്റകുറ്റപ്പണി നടത്തുകയാണ്. ഇതിനു പുറമെ ഇരു രാജ്യങ്ങളും ശക്തമായ പരസ്പര ലോജിസ്റ്റിക് പിന്തുണാ ക്രമീകരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയുമാണ്. സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ ഒരു ഐലൻഡ് തന്നെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് അവർ നൽകിയിരിക്കുകയാണ്. അതായത് പ്രതിരോധത്തിനപ്പുറം
വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സൗഹൃദം. ഓസ്ട്രേലിയൻ പെൻഷൻ ഫണ്ടുകൾ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് സാധിച്ചത്? അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് വീണ്ടും നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഒരു ചരിത്രപരമായ പുനഃക്രമീകരണത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സവിശേഷമായ നേതൃത്വ ശൈലിയാണ്. അദ്ദേഹത്തിന്റെ വിദേശ നയം പരമ്പരാഗതവും നിഷ്ക്രിയവുമായ ചേരിചേരാ നയത്തെ തകർക്കുകയും അതിനു പകരം സജീവവും ബഹുതലങ്ങളിലുള്ളതുമായ പ്രായോഗിക നയം കൊണ്ടുവരികയും ചെയ്തു. ഈ മൾട്ടി അലൈൻഡ് പോളിസി തന്നെയാണ് ഇന്ന് സക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. മെൽബണിൽ നടന്ന 3ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി ഈ നേതൃത്വത്തിന്റെ ചലനാത്മകതയെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു ജൂനിയർ പങ്കാളിയല്ല ഇന്ത്യ, മറിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആഗോള ശക്തിയാണ് എന്ന് മോദി ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ബാഹ്യമഹാശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ തീരുമാനങ്ങൾ എടുക്കില്ല എന്നും സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും നരേന്ദ്രമോദിയുടെ ഭരണം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യ രാജ്യങ്ങളെ പക്ഷം മാറാൻ നിർബന്ധിക്കുന്നില്ല. അത് സ്വന്തമായി ഒരു ഗുരുത്വാകർഷണം നിർമ്മിക്കുകയും അവ ഇന്ത്യയിലേക്ക് വന്നെത്തുന്നതുവരെ കാത്തിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്ന് ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു പോളിസിയാണത്. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആഭ്യന്തര സാമ്പത്തിക ശക്തി പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ ന്യൂഡൽഹിയുമായിട്ടുള്ള പങ്കാളിത്തം ഓപ്ഷണൽ അല്ല എന്നും മറിച്ച് ഏതൊരു രാജ്യത്തിനും അനിവാര്യതയായി മാറിക്കഴിഞ്ഞുവെന്നും കാണിച്ചു കൊടുക്കാൻ മോദിക്ക് കഴിഞ്ഞു. ഒറ്റപ്പെടലിന്റെ ചരിത്രത്തെ ആധുനിക നയതന്ത്ര ക്ഷമതയുടെ ഒരു മാസ്റ്റർ ക്ലാസ് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം. സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ദീർഘകാല കളികൾ കളിക്കാൻ കഴിയുന്നവർക്കാണ് യഥാർത്ഥ തന്ത്രപരമായ അധികാരമുള്ളത് എന്നാണ് മോദിയുടെ ഇന്ത്യ ഇന്ന് തെളിയിക്കുന്നത്. അതേസമയത്ത് ചൈനയാകട്ടെ ഇന്ത്യയുടെ ഈ നയതന്ത്ര നേട്ടങ്ങളിൽ അസ്വസ്ഥരാണ്. ചൈനീസ് എക്സ്പേർട്സും മാധ്യമങ്ങളുമൊക്കെ ആശങ്കയോടെ ലേഖനങ്ങൾ എഴുതുകയാണ്. അവരുടെ പ്രതികരണങ്ങളിൽ അത് പ്രകടവുമാണ്. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ഇത്രമാത്രം ഊഷ്മളമായി മാറുമ്പോൾ അത് തങ്ങൾക്കുണ്ടാക്കിയേക്കാവുന്ന അപകടം എത്രത്തോളമാണ് എന്ന് ചൈനയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ചൈന ഇന്ത്യക്ക് ചുറ്റുമുള്ള 4, 3, 7 പേരുള്ള ഡെഡ് എക്കണോമീസ് എന്ന് വിളിക്കാവുന്ന ചില രാജ്യങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മികച്ച പങ്കാളിത്തമാണ് കെട്ടിപ്പൊക്കുന്നത്. യൂറോപ്പിൽ ഫ്രാൻസുമായിട്ടാണെങ്കിലും ബ്രിട്ടനുമായിട്ടാണെങ്കിലും ജർമ്മനിയുമായിട്ടാണെങ്കിലും റഷ്യയുമായിട്ടാണെങ്കിലും ഓസ്ട്രേലിയയുമായിട്ടാണെങ്കിലും ഇന്തോനേഷ്യയുമായിട്ടാണെങ്കിലും ന്യൂസിലാൻഡുമായിട്ടാണെങ്കിലും കസാക്കിസ്ഥാനുമായിട്ടാണെങ്കിലും UAE-യുമായിട്ടാണെങ്കിലും ഇസ്രയേലുമായിട്ടാണെങ്കിലും ബ്രസീലുമായിട്ടാണെങ്കിലും സൗത്ത് കൊറിയയുമായിട്ടാണെങ്കിലും സൗത്ത് ആഫ്രിക്കയുമായിട്ടാണെങ്കിലും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഇനി എന്നും ചൈനയുടെ ഉറക്കം കെടുത്താൻ പോവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.